സിനിമയിലേക്ക് എൻ്റെ എൻട്രി ജനുവരി 14 ഒരു 3 വർഷം മുമ്പേ ഞാൻ തമിഴ് സിനിമ ചെയ്തു. സീഡൻ നന്ദനം സിനിമയുടെ റീമേക്കായിരുന്നു. ആ സിനിമയിൽ ഞാൻ ഇവിടെ രാജു ചെയ്ത സെയിം ക്യാരക്ടർ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയായിരുന്നു എൻ്റെ സിനിമയിലേക്കുള്ള ആദ്യത്തെ എൻട്രി. എൻ്റെ ആദ്യത്തെ സിനിമ തമിഴ് സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മലയാളത്തിൽ പ്രമോദ് ഉപ്പൻ സാറിൻ്റെ ബാങ്കോക്ക് സമരം എന്ന സിനിമയിൽ എനിക്കൊരു വില്ലനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത്. ആ സിനിമ മീൻസ് ഹീറോ ആയിട്ട് തന്നെയായിരുന്നു. അവൻ അവസാനം നെഗറ്റീവ് റോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രേ ഷെയ്ഡാണ് ഞാൻ തമിഴ് സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ആ സിനിമ ചെയ്താൽ നന്നായിരിക്കുന്നു. ഈ സിനിമ റിലീസായത് ബോംബെ മാർച്ച് 12 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമ ബോംബെ മാർച്ച് 12 മമ്മൂക്കയോടൊപ്പം ബാബുചേട്ടൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു. ഇന്ന് ചിലപ്പോൾ എൻ്റെ ഷൂട്ട് ഉണ്ടാവും, ചിലപ്പോൾ അപ്പോൾ ജനുവരി 14 എനിക്കറിയാം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇനിയിപ്പോൾ ധനുഷ് വന്നാൽ അവരുടെ എടുക്കും, അല്ലെങ്കിൽ വേറെ സീക്വൻസ് പ്ലാൻ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു, ഉണ്ണി റെഡിയായിക്കോ, ഷോട്ട് റെഡിയാകുന്നു. അപ്പോൾ ഞാനൊക്കെ റെഡി ആവുന്നുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ മനസ്സിലാക്കിയത്. വന്നിട്ട് മീൻസ് ഒരു പ്ലസൻറ്റ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകില്ലേ, അപ്പോൾ ക്യാമറയും തൊടുക അല്ലെങ്കിൽ ഇങ്ങനെ ചില റിച്വൽസൊക്കെ ഉണ്ടല്ലോ. ഞാനതൊന്നും ചെയ്യാണ്ട് ഞാൻ ഡയറക്ടറായിട്ട് അവിടെ നിന്നു. ശരി സാർ റെഡി എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ മറ്റേ ആ സീനായിരുന്നു. അപ്പോൾ ടക്കടക്കട ചെയ്തു. ഓക്കെ ഫസ്റ്റ് ടേക്ക് ആയി റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു പ്രത്യേക തരത്തിലുള്ള നോട്ടം. ഞാൻ ഒരു എന്താ സംഭവം, അല്ല ഉണ്ണി ഒരു മര്യാദയ്ക്ക് ഇങ്ങനെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നല്ലേ. ഞാൻ പറയും സാർ എനിക്കൊന്നും അറിയില്ല, ആകെ ടെൻഷനായി നിൽക്കാറ്. പിന്നെ അങ്ങനെ എനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ ആദ്യത്തെ സീക്വൻസൊക്കെ ഞാൻ ചെയ്തത് തന്നെ ഷീലാമ്മയോടൊപ്പമാണ്. മലയാളത്തിൽ ഇത്രയും വലിയ ഒരു ആക്ട്രസസ് ആയിരുന്നു. എൻ്റെ കരിയറിൽ എൻ്റെ ആദ്യത്തെ ഷോട്ടും സീക്വൻസും അവരോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റി. സുബ്രഹ്മണ്യം ശിവ സാർ ആയിരുന്നു ആദ്യത്തെ സംവിധായകൻ സീഡൻ സിനിമയിൽ. പാവം വ്യക്തിയാണ് ബേസിക്കലി. വർക്കിനോട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സീഡൻ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് ആൾ മുല്ല എന്ന സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴിൽ. പിന്നെ തിരുടാ തിരുടി ധനുഷിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമ, ധനുഷിന് ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടാക്കി കൊടുത്ത ഡയറക്ടറായിരുന്നു. പിന്നെ പേഴ്സണലി സിമ്പിളായിട്ടൊരു വ്യക്തി. നമുക്ക് അടുത്തുകൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത്രയും വലിയ ഡയറക്ടറാണെന്ന്, അല്ലെങ്കിൽ ആ ഒരു ഓറ ഒന്നുമില്ല. സിമ്പിളായിട്ട് നല്ല സിനിമ എടുക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആളും വിചാരിച്ചിട്ടാണ് എനിക്ക് സിനിമയിൽ തന്നെ ആ ഒരു അവസരം കിട്ടിയത്. എൻ്റെ ആദ്യത്തെ നായിക അനന്യ, നമ്മുടെ മലയാളിക അനന്യയായിരുന്നു. എൻ്റെ സിനിമയിൽ എനിക്ക് കിട്ടിയ എല്ലാ ഹീറോയിൻസും എന്നെക്കാളും സീനിയറായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അനന്യ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടൊരു പെൺകുട്ടി. മീൻസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്നെ കുറേ കോംപ്ലിമെൻറ്റ് ചെയ്തു ആ സിനിമയിൽ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ എല്ലാ സ്റ്റാർ കാസ്റ്റ് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അഭിനയിച്ച എല്ലാ സിനിമയിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ടെക്നീഷ്യൻ ലെവലിലെ ആൾക്കാരായാലും ആക്ടേഴ്സ് ആയാലും എല്ലാവർക്കും എന്താണെന്ന് അറിയില്ല, സ്പെഷ്യലായൊരു ഇൻട്രസ്റ്റ് കാണിച്ചു. മേ ബി അതുകൊണ്ടൊക്കെ ആവാം എനിക്ക് ബോംബെ മാർച്ച് എന്ന സിനിമയിൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റി. മൂന്നാമത്തെ സിനിമയായാലും എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയ ഒരു സിനിമയാണ്. സോ അങ്ങനെ അനന്യയുടെ അമ്മയും രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ധനുഷ് സീഡൻ എന്ന സിനിമയിൽ ധനുഷ് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള സീൻസിൽ പറഞ്ഞ പോലെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര ഹമ്പിളായിട്ട് ഒരു വ്യക്തിയാണ്. പേഴ്സണലി ആളുടെ ഇൻ്റർവ്യൂസ് കണ്ടാലും പേഴ്സണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ദാറ്റ് ഇപ്പോൾ അടുത്തായിട്ട് നാഷണൽ അവാർഡ് കിട്ടി. ഇത്രയും നന്നായിട്ട് ഒരു നല്ലൊരു ആക്ടറായിട്ട് പുറത്തു വരുന്നു, ഈവൻ ആസ് എ സിംഗർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോടും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് എപ്പോഴും ഉണ്ടാകും, നോട്ട് ആസ് എൻ ആക്ടർ മാത്രമായിട്ടില്ല, പല തരത്തിലും. അപ്പോൾ അങ്ങനെ നല്ലൊരു കെമിസ്ട്രി ഷെയർ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ ആക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സുഹാസിനി മേമാർന്ന് അവർ ബേസിക്കലി എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. സിനിമയുണ്ട്, പേഴ്സണൽ ലൈഫുണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്ത് അത്രയും ജോളിയായിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ. ഞാൻ പഠിച്ചത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നിന്നാണ്. ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് വരും, കറക്റ്റ് സമയത്ത് പോവുകയും ചെയ്യും. വന്ന ഗ്യാപ്പിൽ നിന്ന് ആ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, പോവുക. പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ടേക്സ് ഫസ്റ്റ് എൻ്റെ ഏറ്റവും കൂടുതൽ 8 ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ് സീക്വൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ആകെ ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എത്രയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 8-9 ടേക്കൊക്കെ പോയിരുന്നു, സംശയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവരുടെ ഏർലി സ്റ്റേജിൽ ഇതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഗ്രോ ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ടേക്കോ അല്ലെങ്കിൽ ഈ ടേക്സ്. പിന്നെ എനിക്ക് പറഞ്ഞു മീൻസ് ടേക്സ് പോകാമെന്ന് പറഞ്ഞാൽ മോശമായിട്ട് അഭിനയിച്ചു എന്നല്ല, ചില സമയത്ത് നന്നായിട്ട് അഭിനയിക്കുമ്പോഴും അപ്പോൾ നിനക്ക് അറിയില്ല അത് എന്തുകൊണ്ട് എടുത്തു എന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഔട്ട്ലുക്ക് തന്നെ, അല്ലെങ്കിൽ ഞാൻ ടേക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഡെസ്പായി പോയാണ്. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എൻ ആക്ടർ എനിക്ക് തോന്നി എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഇത്രയും വലിയ ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഒരു നാച്ചുറലി ഒരു
പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് അൾട്രാ സ്ലോ മോഷനിൽ റെയിൻ സീക്വൻസ് സോങ് എനിക്ക് കിട്ടി, റൊമാൻറ്റിക് സോങ്. അപ്പോൾ എനിക്ക് വലിയ ഡാൻസിനോട് വലിയ എന്താ പറയുക, അങ്ങനെ ഡാൻസും അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പക്ഷെ ആ സിനിമയിൽ ഒരു റൊമാൻറ്റിക് ചെറിയ മൂമെൻറ്റ്സും ഒക്കെ ഉള്ള സംഭവമായിരുന്നു. അത് അന്നയുടെ ഒപ്പം ചെയ്തു. നല്ല ആ സോങ് തമിഴ്നാട്ടിൽ നല്ല വലിയൊരു ഹിറ്റായിരുന്നു.